എല്ലാവർക്കും നമസ്കാരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ 10th ലെവൽ മെയിൻസ് എക്സാമും വരികയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഡെയിലി ടെസ്റ്റുകൾ എല്ലാ ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ പോർഷൻ ഒരു വ്യത്യാസമുണ്ട്. കാരണം 15 മാർക്കാക്കി മാക്സിമം. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൂടുതലുള്ളതിന് 2 മാർക്കും, ചിലതിന് 1 മാർക്കും. ഇമ്പോർട്ടൻസ് കുറവ് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ളതിനും 1 മാർക്കും, കുറച്ചുകൂടെ കൂടുതൽ ആലോചിക്കുകയും കുറച്ചുകൂടെ റെയർ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് 2 മാർക്കുമായിട്ട്, അല്ലെങ്കിൽ സബ്സെറ്റുകൾ ഉണ്ടെങ്കിൽ 2 മാർക്കുമായിട്ടാണ് ഇന്ന് മുതൽ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ചോദ്യങ്ങൾ വായിക്കുക, അത് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് ഉത്തരങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു ഷീറ്റ് എടുക്കുക, എത്ര അറിയാൻ പറ്റുമോ അതൊക്കെ എഴുതി വെക്കുക, എന്നിട്ട് നമുക്ക് അവസാനം ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം. 1 മാർക്കാണത്. വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, 1917 ഇന്ത്യയിൽ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ്റിൻ്റെ ഫോർമേഷൻ ഇന്ത്യയിൽ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഏത് ഡിക്ലറേഷനാണത്? അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം അത് ഇത്തിരി ടഫർ സൈഡ് ആയതുകൊണ്ട് 2 മാർക്കുമാണ്. 1917 there was a declaration from the British government that there will be a responsible government held in India. ദർ വാസ് നോട്ട് ടൈം ലിമിറ്റ്. ഒരു ടൈം ലിമിറ്റ് പറഞ്ഞിട്ടില്ല, വെറുതെ ഒരു പ്രഖ്യാപനമായിരുന്നു. നിങ്ങൾക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്ത ഭരണം തരുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറുതെയുള്ള പ്രൊക്ലമേഷനായിരുന്നു. ഒരു ഹിൻ്റ് എന്ന് പറയുന്നത് 1900 അല്ല പോട്ടെ, ഹിൻ്റ് വേണ്ട, നിങ്ങൾ എന്തായാലും ഒരു ടഫ് ചോദ്യമല്ലേ. 2 മാർക്കാണ്. ഏത് പേരിലാണ് ആ പറയുന്ന പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ പ്രഖ്യാപനം അറിയപ്പെട്ടിരുന്നത്? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ, ഗുലാംഗിരി ആരെഴുതിയതാണ്? എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നാണ്. ഗുലാംഗിരി ആരെഴുതിയതാണ്? എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? 2 ചോദ്യങ്ങളാണ്, 2 മാർക്ക്. നാലാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണെന്ന് പറഞ്ഞ വനിത ആരാണ്? സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പറഞ്ഞ വനിത ആരാണ്? 2 മാർക്ക്. ഫ്രീഡം സ്ട്രഗിളിൽ ഒരു ഇമ്പോർട്ടൻസ് വഹിച്ച ആളാണ്. 2 മാർക്കാണ് ആ ചോദ്യത്തിന്. അഞ്ചാമത്തെ ചോദ്യം, ഇ വി രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം. അഞ്ചാമത്തെ ചോദ്യം, ഇ വി രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം. ആറാമത്തെ ചോദ്യം, ഗീതാ രഹസ്യം എഴുതിയതാര്? എന്തിനെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണത്? എന്തിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് ഈ ഗീതാ രഹസ്യം എന്ന് പറയുന്നത്? ആരാണ് എഴുതിയത്? 2 മാർക്ക്. സ്വരാജ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം എന്ത് എന്നാണ് 7ാമത്തെ ചോദ്യം. 8ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് സാമ്രാജ്യവും നാട്ടുരാജ്യങ്ങൾക്കും ഇടയിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ച കമ്മിറ്റി. 1 മാർക്ക്. ബ്രിട്ടീഷ് സാമ്രാജ്യവും നാട്ടുരാജ്യങ്ങളും, പ്രിൻസ്ലി സ്റ്റേറ്റ്സും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ച കമ്മിറ്റി ഏതാണെന്നാണ് 8ാമത്തെ ചോദ്യം. 9ാമത്തെ ചോദ്യം, സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏതാണ്? വർഷവും. അത് എപ്പോഴും റിപ്പീറ്റഡ് ആയതിനാണ് 1 മാർക്കേ ഉള്ളൂ, കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. 10ാമത്തെ ചോദ്യം, നെഹ്റു കമ്മിറ്റി രൂപീകരിച്ച വർഷം ഏതാണ്? ആരാണ് കമ്മിറ്റി അധ്യക്ഷൻ? നെഹ്റു കമ്മിറ്റി രൂപീകരിച്ച വർഷവും ആരാണ് കമ്മിറ്റി അധ്യക്ഷൻ? ഇപ്പോൾ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഉത്തരം നൽകുന്ന സെഷനാണ്, ഡിസ്കസ് ചെയ്യുന്ന സെഷനാണ്. എല്ലാവർക്കും കിട്ടിയ ഉത്തരങ്ങൾ നോക്കണം. മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കണേ. ഇത്തവണ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1927 പ്രഖ്യാപിച്ചത്. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നത്. 1928. 1 മാർക്കാണ് കിട്ടിയ. 1 മാർക്ക് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ, 1917 ഇന്ത്യയിൽ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഏത് പേരിൽ അറിയപ്പെടുന്നു? നയം. ഓഗസ്റ്റ് ഡിക്ലറേഷൻ. ഓഗസ്റ്റ് ഓഫർ അല്ല, ഓഗസ്റ്റ് ഡിക്ലറേഷനാണ്. അല്ലെങ്കിൽ മോണ്ടേഗു ഡിക്ലറേഷൻ എന്ന് പറയും. മോണ്ടേഗു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഡിക്ലറേഷൻ. 2. മൂന്നാമത്തേത്, ഗുലാംഗിരി ആരെഴുതിയതാണ്? വാക്കിൻ്റെ അർത്ഥം. ജ്യോതിറാവ് ഫൂലെ ആണ് ഗുലാംഗിരി എഴുതിയത്. വാക്കിൻ്റെ അർത്ഥം അടിമത്തം എന്നാണ്. അടിമത്തം.
നാലാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണെന്ന് പറഞ്ഞ വനിത ആരാണ്? ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. നാലാമത്തെ. അഞ്ചാമത്തെ ചോദ്യം, ഇ വി രാമസ്വാമി നായിക്കരുടെ സ്മാരക സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം? വൈക്കമാണ്. വൈക്കം. ആറാമത്തേത്, ഗീതാരഹസ്യം എഴുതിയത് ആര്? എന്തിനെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണിത്? ഗീതാരഹസ്യം ബാൽ ഗംഗാധർ തിലകാണ്. ഏതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ്? ഭഗവത്ഗീതയാണ്. അതിൽ തന്നെ ഉണ്ടല്ലോ അത്, ഭഗവത്ഗീത. സ്വരാജ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യമേത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വരാജ് പാർട്ടി എന്താണ് ലക്ഷ്യം? കൗൺസിൽ എൻട്രി. തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ട് കൗൺസിലുകളിലേക്ക് ഉള്ള എൻട്രിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം എൻഡിങ് ഓർ മെൻഡിങ് ദ കൗൺസിൽ എന്നാണ് അവരുടെ ഫിലോസഫി പറഞ്ഞിരിക്കുന്നത്. അതായത് കൗൺസിലുകളിൽ അവർ കയറിയതിന് ശേഷം, ഇലക്ഷൻ ജയിച്ച് കയറിയതിന് ശേഷം അവർ പല ബില്ലുകളും ഓപ്പോസ് ചെയ്യാണ് ചെയ്തത്, വെഹിമെൻ്റായിട്ട് ഓപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുവഴി കൗൺസിലുകളെ സ്തംഭിപ്പിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അതാണ് സ്വരാജ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്. എട്ടാമത്തേത്, ബ്രിട്ടീഷ് സാമ്രാജ്യവും നാട്ടുരാജ്യങ്ങൾക്കും ഇടയിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ച കമ്മിറ്റി ഏതാണ്? ബട്ട്ലർ കമ്മിറ്റിയാണ്. ബട്ട്ലർ കമ്മിറ്റി. ബട്ട്ലർ. ഒമ്പതാമത്തെ ചോദ്യം, സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം വർഷം? അറിയാലോ, 1931 കറാച്ചി സെഷനാണ്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം ആയതുകൊണ്ട് അതിന് 1 മാർക്ക് മാത്രം, 2 സബ്ജക്റ്റ് ഉണ്ടായിട്ടും. നെഹ്റു കമ്മിറ്റി രൂപീകരിച്ച വർഷം? ആരാണ് കമ്മിറ്റി അധ്യക്ഷൻ? ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 1-2 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് 2 സബ്ജക്റ്റാണ്. രൂപീകരിച്ച വർഷം 1928 നെഹ്റു കമ്മിറ്റി. 2, ആരാണ് അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു ആണോ? അല്ല, മോട്ടിലാൽ നെഹ്റുവാണ്. മോട്ടിലാൽ നെഹ്റുവാണ് ഈ പറഞ്ഞ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അപ്പം നമ്മൾ 10 ചോദ്യങ്ങൾ 15 മാർക്കിൻ്റെത് നോക്കിക്കഴിഞ്ഞു. ഒന്നാമത്തേന് 1 മാർക്ക്, ബാക്കി 2, 3, 2 മാർക്ക്, നാലാമത്തേന് 2 മാർക്ക്, അഞ്ചാമത്തേന് 1, ആറാമത്തേന് 2, ഏഴാമത്തെ ചോദ്യത്തിന് 1, എട്ടാമത്തെ ചോദ്യത്തിന് 1, ഒമ്പതാമത്തെ ചോദ്യത്തിന് 1, 10ാമത്തേതിന് 2 മാർക്ക്. അങ്ങനെ 2, 3, 4, 5, 7, 8, 10, 12, 14, 15. 15 മാർക്കിൽ ഒരു 11 മാർക്കിന് മുകളിൽ വേണം. കാരണം ഇത് സംഭവം ഈസി ആയിരുന്നില്ലേ, ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു. അതുകൊണ്ട് 11 മാർക്ക് നമുക്ക് വേണമെങ്കിൽ കട്ട് ഓഫ് വെക്കാം എന്ന് തോന്നുന്നു. ഒരു 11 മാർക്കിന് മുകളിൽ കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ടെസ്റ്റിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എന്താ പറയുക കട്ട് ഓഫ് മാർക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. 11 ഔട്ട് ഓഫ് 15 ആണ് കട്ട് ഓഫ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്.